കേരളത്തിൽ വ്യവസായശാലകൾ സംരംഭങ്ങൾ വരാതിരിക്കാനുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പേരെന്താണെന്നറിയോ? CPM, CITU, DYFI എന്ന. നിങ്ങൾ ഇവിടെ ADB-ക്കാർ വന്നപ്പോ കരിയോയിൽ ഒഴിച്ചു ഓടിച്ചില്ലേ? ഇല്ലേ? എയർപോർട്ടുകൾ ഏത് വന്നാലും നിങ്ങൾ സമരം ചെയ്യുമല്ലോ. നെടുമ്പാശ്ശേരിയിൽ ശർമ്മയുടെ നെഞ്ചത്തോടെ ഇറങ്ങിയ വിമാനത്തിലാ ഇന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. കണ്ണൂര് നിങ്ങൾ തടസ്സം ചെയ്ത വിമാനത്താവളത്തിലൂടെയാ നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ കയറി യാത്ര ചെയ്യുന്നത് അല്ലെ? ഇനി നിങ്ങൾ പറഞ്ഞ ഗെയിൽ പൈപ്പ് ലൈൻ വന്നപ്പോൾ ആരോ സമരം ചെയ്തത്? സമരം ചെയ്തേ P. രാജീവ. ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് ബോംബിന് മേലെ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പേടിപ്പിച്ചത്, ഭൂമി ഏറ്റെടുക്കുന്നതിന് സമരം ചെയ്ത് ഈ ദേശീയവാദിയുടെ വികസനം തടസ്സപ്പെടുത്തി വൈകിപ്പിച്ചത് CPM-ന്റെ നേതൃത്വത്തിലാണ്. P. രാജീവ് വ്യവസായ മന്ത്രിയായതിനു ശേഷം ആകെ കൊണ്ടുവന്നത് ആ കളമശ്ശേരിയിൽ ഒരു U-turn ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു കത്രിക മാത്രം. കത്രികയ്ക്ക് കട്ട് ചെയ്യാൻ വന്ന വള്ളി പോലും വല്ലവനും കെട്ടിവെച്ചതാ. UDF-ന്റെ കാലത്ത് മെട്രോ റെയിൽ കൊണ്ടുവന്നു, V. രാജീവിന്റെ കാലത്ത് U-turn കൊണ്ടുവന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു വള്ളി പോലും മേടിച്ച് കെട്ടാത്ത വ്യവസായ മന്ത്രിയാണ് ഈ പറയുന്നത് ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ ഒന്നാമതായിരുന്നു. ഈ സിന്തൈറ്റ് 2000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സ്ട്രാക്ട് എടുക്കുന്ന കമ്പനിക്കെതിരെ സമരം ചെയ്തത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. രാജീവായിരുന്നു. കിറ്റെക്സ് കമ്പനിക്കെതിരെ നിരന്തരം സമരം ചെയ്ത് അവരെ മറ്റ് സംസ്ഥാനത്തേക്ക് ഓടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് CPM-ആണ്. അതുപോലെ തന്നെ കൊച്ചൗസഫ് ചിറ്റപ്പള്ളിയുടെ ഗതികേടിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി അടക്കമുള്ള ആളുകൾ 10 കോടി ചെലവഴിച്ച് 10 പേരുടെ സംഘമായിട്ട് ദാവോസിൽ പോയി എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തത് 10 രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റിയോ? 2020 ജനുവരി 11 ശനിയാഴ്ചത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ പറഞ്ഞതാണ്. എന്താ അതിനൊരു പേരുണ്ടായിരുന്നല്ലോ, അസറ്റ് കേരള. 1 ലക്ഷം കോടി രൂപ